പ്രിയ ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ഓരോ ശിവഭക്തരും മഹത്വമുള്ള ശിവരാത്രി ആഘോഷിക്കാൻ പോവുകയാണ്. ഈയൊരു രാത്രി സാധാരണ രാത്രിയല്ല. അനന്തതയുടെ ദൈവമായ ഭഗവാൻ ശിവന്റെ ദിവ്യ സാന്നിധ്യം ഭൂമിയിൽ ശക്തിയായി അനുഭവിക്കപ്പെടുന്ന പുണ്യനിമിഷങ്ങളാണിത്. ലോകം മുഴുവൻ ഉറങ്ങുന്ന ഈ സമയത്ത് ശിവഭക്തൻ ജാഗരിക്കുകയാണ്. എന്തിനാണീ ജാഗരണം? ഇത് വെറും ഉറക്കമൊഴിവാക്കലാണോ? അല്ല, ഇത് ആത്മാവിന്റെ ഉണർവാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ അറിയാതെ ആത്മീയതയില്ലാതെ കടന്നുപോകുന്നു. പക്ഷേ ശിവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഉണരുക, അകത്തെ പ്രകാശം കണ്ടെത്തുക. ഭഗവാൻ ശിവൻ നാശത്തിന്റെ ദൈവമെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ അത് ദുഷ്ടതയുടെ നാശമാണ്, അജ്ഞാനത്തിന്റെ നാശമാണ്. ശിവൻ കരുണയുടെ സാഗരമാണ്. അവൻ ഭക്തന്റെ ഒരു ചെറിയ പ്രാർത്ഥന പോലും കേൾക്കാതെ വിടില്ല. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ മഹത്തായത്. ഓരോ ജപവും നമ്മുടെ ഉള്ളിലെ ഭയം, വിഷമം, നെഗറ്റീവ് ചിന്തകൾ എന്നിവയെ അകറ്റുന്ന ദിവ്യശക്തിയാകുന്നു. ഇന്നീ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തൂ: ഇന്നത്തെ രാത്രി വെറും ദിവസമായി കടന്നുപോകാൻ അനുവദിക്കരുത്. കുറഞ്ഞത് ചില നിമിഷങ്ങളെങ്കിലും ശിവനെ സ്മരിക്കുക, മനസ്സ് ശുദ്ധമാക്കുക, ആത്മാവിനെ ഉയർത്തുക. ശിവരാത്രി ഉറങ്ങാതെയിരിക്കുക എന്നത് ജീവിതത്തിലെ ഇരുട്ടിനെ നേരിട്ട് നോക്കാനുള്ള ധൈര്യമാണ്. അത് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ദൈവീകതയിലേക്ക് ഉയരാനും. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകട്ടെ. ഭഗവാൻ ശിവൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അനന്തതയുടെ പ്രതീകമായ ഭഗവാൻ ശിവൻ ഈ ദിനത്തിൽ ഭൂമിയിലേക്ക് തന്റെ ദിവ്യാനുഗ്രഹം കൂടുതൽ ശക്തമായി ഒഴുക്കുന്നു എന്നാണ് വിശ്വാസം. ഓം നമഃ ശിവായ എന്ന മന്ത്രം ഉച്ചരിക്കുമ്പോൾ അതൊരു ശബ്ദമാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലെ അന്ധകാരം നീക്കി ആത്മപ്രകാശത്തിലേക്ക് നയിക്കുന്ന ദിവ്യശക്തിയാണ്. ശിവൻ രൂപമില്ലാത്ത പരമസത്യമാണ്. പക്ഷേ ഭക്തന്റെ സ്നേഹത്തിനായി രൂപം ധരിച്ചിരിക്കുന്നു. അവന്റെ മൂന്നാം കണ്ണ് ജ്ഞാനത്തിന്റെ ചിഹ്നം, നെറ്റിയിലെ ചന്ദ്രൻ മനസ്സിന്റെ സമത്വം, കഴുത്തിലെ പാമ്പ് ജീവിതത്തിലെ ഭയത്തെ ജയിക്കുന്നതിന്റെ അടയാളം. ശിവലിംഗം സൃഷ്ടിയുടെ തുടക്കവും അവസാനവുമില്ലാത്ത അനന്തതയുടെ പ്രതീകമാണ്. ശിവനും ശക്തിയും വേർപിരിയാത്ത ഒരൊറ്റ സത്യമാണ്. അതാണ് അർദ്ധനാരീശ്വര തത്വം. ശിവരാത്രിയിൽ ഉപവാസം ചെയ്യുന്നത് ശരീരം ശുദ്ധീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. ഈ രാത്രി ജാഗരണം ചെയ്യുന്നത് ആത്മാവിനെ ദൈവീകതയിലേക്ക് ഉയർത്താനുള്ള ഒരു മാർഗമാണ്. അവസാനം നമുക്ക് മനസ്സിലാകുന്നത് ശിവൻ അകലെയുള്ള ദൈവമല്ല, നമ്മുടെ ഉള്ളിലെ ശുദ്ധ ചൈതന്യമാണ്. ശിവനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ഭഗവാൻ ശിവൻ ഭക്തനെ ഒരിക്കലും കൈവിടുന്ന ദൈവമാണ്. അവനെ ഭോളേനാഥ് എന്ന് വിളിക്കുന്നത് കാരണം ഭക്തന്റെ പ്രാർത്ഥനയോട് അവൻ ഉടൻ പ്രതികരിക്കുന്നു എന്ന വിശ്വാസം. കഠിനമായ യാഗങ്ങളോ മഹത്തായ ആചാരങ്ങളോ ആവശ്യമില്ല. ഹൃദയം നിറഞ്ഞ ഭക്തി മാത്രം മതിയാകും. ശിവനോടുള്ള അചഞ്ചലമായ വിശ്വാസം മരണത്തെയും ജയിക്കുമെന്നാണ്. ശിവൻ നാശത്തിന്റെ ദൈവമെന്ന് പറയപ്പെടുന്നു, പക്ഷേ അത് ദുഷ്ടതയുടെ നാശം മാത്രം. അവൻ പുതുജീവിതത്തിനും മാറ്റത്തിനും വഴി തുറക്കുന്ന കരുണാസാഗരനാണ്. ശിവരാത്രിയിൽ ഒരിലയാൽ പോലും ചെയ്ത അർച്ചന ഭഗവാന്റെ കൃപ നേടാൻ മതിയാകുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ശിവന്റെ സാന്നിധ്യം ഭക്തന്റെ ഹൃദയത്തിൽ സമാധാനവും ധൈര്യവും നൽകുന്നു. അതുകൊണ്ടുതന്നെ ശിവഭക്തി ജീവിതത്തെ ഭയമില്ലാത്തതാക്കുന്ന ആത്മശക്തിയാണ്. ശിവന്റെ ലീലകൾ അനന്തമാണ്. സമുദ്രമഥനത്തിൽ ഹലാഹലവിഷം കുടിച്ച് ലോകത്തെ രക്ഷിച്ച നീലകണ്ഠനായി അവൻ അറിയപ്പെടുന്നു. ഗംഗയെ തലയിൽ ധരിച്ച് ലോകത്തിന് ശുദ്ധി നൽകി. താണ്ഡവനെ നൃത്തം കൊണ്ട് സൃഷ്ടിയും സംഹാരവും നിയന്ത്രിച്ചു. ഓരോ കഥയും നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടതകൾ വന്നാലും ധൈര്യത്തോടെ നേരിടണം എന്ന സന്ദേശമാണ്. ശിവൻ യോഗികളുടെ ആദിയോഗിയാണ്, ധ്യാനത്തിന്റെ പ്രതീകമാണ്. അവന്റെ ശാന്തമായ ധ്യാനമുഖം മനസ്സിന്റെ ആധിപത്യം നേടാനുള്ള മാർഗം കാണിക്കുന്നു. ശിവരാത്രി ദിനത്തിൽ ഈ ലീലകൾ സ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ദഹിക്കുന്നു. ശിവന്റെ കഥകൾ ചരിത്രമാത്രമല്ല, ജീവിതപാഠങ്ങളാണ്. ശിവരാത്രി പൂജാവിധിയും ആത്മീയ സന്ദേശവും. ശിവരാത്രി ദിനത്തിൽ പുലർച്ചെ സ്നാനം ചെയ്ത് ശുദ്ധവസ്ത്രം ധരിച്ച് ശിവലിംഗത്തിന് അഭിഷേകം നടത്തുക ശ്രേഷ്ഠമാണ്. ജലം, പാൽ, തേൻ, വെള്ളം എന്നിവ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യാം.
ബിൽവദളം സമർപ്പിക്കുന്നത് അത്യന്തം പുണ്യകരമാണ്. ദിവസം മുഴുവൻ ഓം നമഃശിവായ ജപം ചെയ്യുക, രാത്രി ജാഗരണം നടത്തുക, ശിവകഥകൾ കേൾക്കുക, ഇതെല്ലാം ആത്മീയ ഉന്നമനത്തിനുള്ള മാർഗങ്ങളാണ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം പുറത്തുള്ള ആചാരങ്ങളിലല്ല, ഉള്ളിലെ ശുദ്ധിയിലാണ്. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ലാളിത്യവും കരുണയും സമത്വവുമാണ്. ശിവരാത്രി അവസാനിക്കുമ്പോൾ നമ്മിലൊരു പുതിയ ബോധം ജനിക്കണം. അഹങ്കാരം വിടുക, സ്നേഹം വളർത്തുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ശിവരാത്രിയായി മാറും. ശിവരാത്രി ദിനത്തിൽ ഉറങ്ങാതെയിരിക്കുന്നതിന് ആത്മീയമായ വലിയ അർത്ഥമുണ്ട്. ഇത് വെറും ഉറക്കമൊഴിവാക്കലല്ല, മറിച്ച് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഉണർവ് എന്നതിന്റെ പ്രതീകമാണ്. 1. ആത്മീയ ഉണർവ്. ശിവരാത്രി അന്ധകാരത്തിലെ പ്രകാശം എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ രാത്രി ഉറങ്ങാതെയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അവബോധത്തെ ജാഗരൂകനാക്കുന്നു എന്നു വിശ്വാസം. ധ്യാനം, ജപം, ശിവനാമസ്മരണം എന്നിവ ചെയ്താൽ മനസ്സ് കൂടുതൽ ഏകാഗ്രമാകും. 2. പുണ്യഫലം. പുരാണങ്ങളിൽ പറയുന്നത് ശിവരാത്രിയിൽ ജാഗരണം ചെയ്ത് ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ വലിയ പുണ്യം ലഭിക്കുമെന്നാണ്. ഒരു രാത്രി ജാഗരിച്ചാൽ പല വർഷത്തെ പൂജാഫലത്തിന് സമമാണെന്ന് വിശ്വാസമുണ്ട്. 3. മനസ്സിന്റെ നിയന്ത്രണം. ഉറക്കം നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ പ്രതീകമാണ്. അത് ആത്മനിയന്ത്രണവും ശക്തമായ മനോവീര്യവും നൽകുന്നു. 4. ശിവനോടുള്ള സമർപ്പണം. ഇന്നത്തെ രാത്രി ഞാൻ മുഴുവൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന ഭക്തിയുടെ പ്രകടനം. 5. ധ്യാനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. രാത്രിയിലെ ശാന്തത ധ്യാനത്തിനും മന്ത്രജപത്തിനും വളരെ അനുയോജ്യമാണ്. മനസ്സ് ശാന്തമാകാൻ ഇത് സഹായിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പുണ്യരാത്രിയുടെ സന്ദേശം ഇതാണ്: അകത്തെ ഇരുട്ട് നീക്കി പ്രകാശത്തിലേക്ക് നടക്കുക. ശിവരാത്രി ഒരിക്കൽ മാത്രം വരുന്നൊരാഘോഷമല്ല, അത് നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ട ആത്മീയതയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് നിങ്ങൾ ജാഗരിച്ചാൽ അത് ശിവനുവേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ആത്മാവിനു വേണ്ടിയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പരീക്ഷണങ്ങൾ വരാം. പക്ഷേ ഓർക്കുക, സമുദ്രമഥനത്തിൽ ലോകം രക്ഷിക്കാൻ വിഷം കുടിച്ച നീലകണ്ഠൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ വിഷമങ്ങളും വിഷാദങ്ങളും അവൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ വേണ്ടത് ഒരു സത്യസന്ധമായ പ്രാർത്ഥന മാത്രം. ഇന്നത്തെ രാത്രി അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. കോപം കുറയട്ടെ, അസൂയ അകറ്റപ്പെടട്ടെ, സ്നേഹം വളരട്ടെ. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ലാളിത്യവും കരുണയും സമത്വവുമാണ്. നാം ആ ഗുണങ്ങൾ സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ശിവരാത്രിയായി മാറും. അവസാനമായി എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥന പറയാം. ഓം നമഃശിവായ. എന്റെ മനസ്സ് ശുദ്ധമാക്കണം, എന്റെ ജീവിതം ശരിയായ വഴിയിൽ നയിക്കണം, എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം. ഈ സന്ദേശം കേട്ട എല്ലാവർക്കും ഭഗവാൻ ശിവന്റെ കൃപ ലഭിക്കട്ടെ. ഹര ഹര മഹാദേവ.